ഈ വീഡിയോ USAIDുമായിട്ട് ബന്ധപ്പെട്ടാണ്. USAIDുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2-3 വീഡിയോകൾ ഓൾറെഡി തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീഡിയോകളുടെ ലിങ്ക് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെയിലി ഈ എലോൺ മസ്കിന്റെ ഡോച്ച് എന്ന് പറഞ്ഞ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ആ ഒരു പിന്നെ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം തന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും അറിയുന്നതായിരിക്കും ഇലക്ഷൻ, അതായത് ഇന്ത്യയുടെ ഇലക്ഷനിൽ ഈ ഒരു USAID ഇടപെട്ടു എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. 21 മില്യൺ ഇന്ത്യക്കുള്ളിൽ സ്പെൻഡ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് കേട്ടോ. ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശ്, നേപ്പാൾ, കംബോഡിയ, കുറെ രാജ്യങ്ങളുണ്ട്. അതിൽ നമ്മളിപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ രാജ്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും. ഒരുപാട് NGOസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണിത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫണ്ട് ഇലക്ഷനുമായിട്ട് ഏത് രീതിയിലാണ് ലീഗലായിട്ട് ഇലക്ഷനിൽ ഇത് ഇന്റർഫെയർ ചെയ്യാൻ ഇവർ കൊണ്ടുവന്നത് എന്നുള്ളത് നോക്കുമ്പോഴത്തേക്കും ഇവർ ഡെമോക്രസി, അതായത് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താണ് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം? നമ്മൾ വോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അന്ന് വൈകുന്നേരം പറയുമല്ലോ, ഇത്ര ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു, ഇത്ര ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലൊക്കെ 70 എബോ എപ്പോഴും ഉണ്ടാവാറുണ്ട്. 70% മുകളിലൊക്കെ വോട്ട് രേഖപ്പെടുത്താറുണ്ട്. അതായത് ആൾക്കാരെ എത്രമാത്രം കൂടുതൽ താല്പര്യം കാണിച്ച് ബൂത്തിൽ പോയി വോട്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ശതമാന കണക്കാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 2024 ഇന്ത്യയിൽ പാർലമെന്റ് ഇലക്ഷൻ, ഇന്ത്യയുടെ ജനറൽ അസംബ്ലി ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തിയത് 66%. 66% ഇന്ത്യൻസ് പോയി ബൂത്തിൽ ചെന്ന് വോട്ടിട്ടിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയിൽ നടന്നില്ലേ ഒരു ഇലക്ഷൻ, അതായത് ഈ ട്രംപ് ജയിച്ച ഒരു ഇലക്ഷൻ, ആ ഇലക്ഷനിൽ എൻറ്റയർ അമേരിക്കയിൽ ആ ഒരു പോളിംഗിന്റെ നിരക്ക് നോക്കിയാൽ 64% ആൾക്കാർ പോയി വോട്ടിട്ടിട്ടുണ്ട്. ഇന്ത്യയിലാണ് പോളിംഗ് ശതമാനം കൂടുതൽ. ഏറ്റവും കൂടുതൽ ജനാധിപത്യ ബോധമുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ ജനാധിപത്യ ബോധ്യമുള്ള മൂല്യമുള്ള ആൾക്കാർ ഇന്ത്യയിലാണെന്നാണ് അതിന്റെ അർത്ഥം. അതാദ്യം മനസ്സിലാക്കിയോ. അപ്പം ഈ ജനാധിപത്യ ബോധ്യം കൂടുതലുള്ള രാജ്യത്തേക്കാണ് ഈ ജനാധിപത്യ മൂല്യം കുറവുള്ള ആൾക്കാർ അവിടെ നിന്ന് ഫണ്ട് ഇങ്ങോട്ട് അയച്ച് പ്രൊമോട്ട് ചെയ്യുന്നു. ജനാധിപത്യം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാണ്. അതാണ് ഇപ്പൊ നടന്ന ഒരു സംഗതി. ആ ഒരു കോമഡിയാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 21 മില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 182 കോടി വരും ഇന്ത്യൻ മണി. ഈ 182 കോടി എവിടെ മുടക്കി, എവിടെയാണ് ചെലവാക്കിയത്, ഇതിനെക്കുറിച്ചുള്ള യാതൊരു രേഖകളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത് എവിടം വരെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ചകഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ പറയുന്നത്. ഈ USAIDൽ നിന്നും ഈ ഒരു പൈസ പോയിരിക്കുന്നത് സെപ്സ് എന്നാണ്. CEPPS. ഈ CEPPS എന്ന് പറഞ്ഞാൽ കൺസോർഷ്യം ഫോർ എലക്ഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ്. ഇതാണ് ഈ ഒരു സംഘടനയുടെ പേര്. ഇതൊരു NGO ഓർഗനൈസേഷൻ ആണ്. ഈ NGO അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്. USAID എന്ന് പറഞ്ഞ ഈ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ നിന്നും ഈ ഒരു 21 മില്യൺ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് ഈ CEPPS എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്കാണ് ഇത് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മൾ ഈ ഒരു സംഘടനയുടെ വെബ്സൈറ്റ് പോയി പരിശോധിച്ചു. അങ്ങനെ വെബ്സൈറ്റ് പോയി പരിശോധിച്ച സമയത്തേക്ക് അവിടെ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് അല്ലാതെ ഒരുപാട് ഫണ്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ടു ബി അപ്ഡേറ്റഡ്, അതായത് അവര് ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് പിന്നീട് പ്രസിദ്ധീകരിക്കും എന്നാണ് അതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ അത് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഒരു മാപ്പാണ്. പക്ഷെ അത് ഇന്ത്യയുടെ മാപ്പല്ല, ഇന്ത്യയുടെ തലയില്ലാത്ത മാപ്പ് അങ്ങനെ പറയാം. അപ്പൊ ഈ ഒരു വെബ്സൈറ്റിന്റെ പുറകിലുള്ള ആൾക്കാരുടെ അജണ്ട ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമാണ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ 370 ഒക്കെ അബ്രോഗേറ്റ് ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പൊ അതൊന്നും അവര് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇന്ത്യ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് വരച്ച് കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ മനസ്സിലുള്ള ഇന്ത്യ എങ്ങനെയാവണം എന്നാണ് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഫണ്ടിന്റെ ഒരു ഷേപ്പ്, ഈ ഫണ്ടിന്റെ ഒരു പണി, ഈ ഫണ്ടിന്റെ ഒരു എയിം എന്താണെന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കിത് ഇത് എപ്പോഴാണ് ഈ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തത്, ആരാണ് ഇതിന്റെ ബെനിഫിഷ്യറി, ഇതൊന്നും നമുക്കറിയത്തില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യക്കുള്ളിൽ ചില അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ അന്വേഷണം ഏതുവരെ എത്തി എന്നുള്ളത് ആ ഒരു സൈഡിലും കൂടെ നമുക്ക് നോക്കാം. അപ്പൊ രണ്ടും കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഒരു വ്യക്തമായ പിക്ചർ നമുക്ക് കിട്ടും. ഇപ്പം IFES എന്ന് പറഞ്ഞൊരു സംഘടന, ഈ IFES എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ ഇലക്ടോറിയൽ സിസ്റ്റം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ഡെമോക്രസി, ഇതുമായിട്ട് ബന്ധപ്പെട്ട വോട്ടിംഗ് റൈറ്റ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. ഇവരെല്ലാവരും തന്നെ രാജ്യത്തിന്റെ ഡെമോക്രസിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും അഹോരാത്രം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഊണിലും ഉറക്കത്തിലും അവരുടെ ചിന്ത ഡെമോക്രസിയാണേ. അതുകൊണ്ടാണ് ഇത്രയും ബില്യൺ കണക്കിൽ ഡോളേഴ്സ് ഒക്കെ വരുന്നത്. ഇന്ത്യയിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ നിത്യേനയുള്ള ചെലവിന് പോലും പൈസ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇവർ ഡെമോക്രസി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട് പണം വാരി ഇങ്ങോട്ട് കൊണ്ട് തട്ടുന്നത്. ഇതൊക്കെ
ഇതൊക്കെ എന്തിന്റെ പേരിലാണ്? തീർച്ചയായിട്ടും ബാഡ് ഇന്റൻഷൻ ആണ്, ഒരിക്കലും നല്ല ഒരു ഇന്റൻഷന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഈ ഒരു സംഘടനയെ കൂടെ നിങ്ങൾ ഓർത്തു വെച്ചോ, IFES. ഈ IFES എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ആരാണ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ നടത്തുന്നത്? ജോർജ് സോറസ്. ഈ ജോർജ് സോറസ് എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയുടെ ഫൗണ്ടേഷനാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ആണ് ഹിൻഡൻബർഗിനൊക്കെ ഫണ്ട് കൊടുത്തത്. അതൊക്കെ നമ്മൾ പല വീഡിയോകളിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു പോകുന്ന പേരുകളൊക്കെ ഓർത്ത് വെച്ചോ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇതിന്റെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയും. 2012 ഇലക്ഷൻ കമ്മീഷൻ, അന്ന് UPA സർക്കാരാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ IFES എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുമായിട്ട് ഒരു കരാറ്, ഒരു MOU, ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു സംഗതി ഒപ്പുവെച്ചിട്ടുണ്ട്. അത് ഒപ്പുവെച്ചത് എന്തിനാണ്? അതായത് ഡെമോക്രസി, ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചില TV-യിലൊക്കെ പരസ്യം വരുന്നത്, ഇലക്ഷന്റെ സമയമാകുമ്പോഴത്തേക്കും ഈ ഭരണകക്ഷി ആയിക്കോട്ടെ അതേപോലെ പല ആൾക്കാരും ഈ വോട്ട് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും പോയി വോട്ട് ചെയ്യണം. ഇങ്ങനെ അമിതാഭ് ബച്ചനൊക്കെ വന്ന് പറയും, ഞാൻ എന്റെ വോട്ട് രേഖപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരസ്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് ഇലക്ഷന്റെ വർഷമാകുമ്പോഴത്തേക്കും ഇലക്ഷൻ കമ്മീഷനും ഒരു ബഡ്ജറ്റ് പോകും. ആ ബഡ്ജറ്റിൽ നിന്നും നടപ്പിലാക്കുന്ന കാര്യങ്ങളാണ് ഈ ബ്രാൻഡ് അംബാസിഡർ പരസ്യങ്ങളൊക്കെ. അതായത് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ള ആൾക്കാർ, ഫേമസ് ആയ ആൾക്കാരെയൊക്കെ കൊണ്ട് പറയിപ്പിക്കുക വോട്ടിടാൻ വേണ്ടിയിട്ട്. അല്ലാതെ എവിടെ വോട്ടിടും, ഏത് കക്ഷിക്ക് വോട്ടിടും എന്നുള്ളത് പറയത്തില്ല, വോട്ടിടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ പരസ്യങ്ങൾ, ഇതൊക്കെയാണ് ശരിക്കും ഈ ഡെമോക്രാറ്റിക് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊക്കെ നമ്മളുടെ ഗവൺമെന്റ് ഇന്ത്യയിലുള്ള ടാക്സ് പൈസ മുടക്കിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മളുടെ ധാരണ. ഇതുവരെ ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നതും, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടക്കുന്നതും. അപ്പൊ 2012 ഇലക്ഷൻ കമ്മീഷനിലായിട്ടിരുന്ന ഖുറേഷി എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ആ ഖുറേഷി എന്ന് പറഞ്ഞ ആള് ശരിക്കും പറഞ്ഞാല് ജൂലൈ 2010 മുതൽ ജൂൺ 2012 വരെയാണ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ തലപ്പത്തുണ്ടായിരുന്ന ആളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പുള്ളി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ അന്നൊരു എഗ്രിമെന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ജസ്റ്റ് എഗ്രിമെന്റ് മാത്രമാണ്, അതിൽ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്ങോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോ ഫിനാൻഷ്യൽ ഡീലിങ്സ്, നോ ലയബിലിറ്റീസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഓൺലി എഗ്രിമെന്റാ? നോ ഫിനാൻഷ്യൽ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്ങും ഒരു ഒബ്ലിഗേഷൻസും ഒരു ലയബിലിറ്റി ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എഗ്രിമെന്റ്? എന്ത് മനസ്സിലാക്കാനാണ് നിങ്ങൾ തമ്മിൽ ഈ ഒരു എഗ്രിമെന്റ്? എന്തായിരുന്നു നിങ്ങൾ തമ്മിൽ ഈ ഒരു MOU സൈൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം? എന്ത് വിഷയമാണ് ആ ഒരു MOU പറഞ്ഞിരുന്നത്? ഒരു പൈസയും ഒരു ഇടപാടും ഇല്ലാതെ US IFES എന്ന് പറഞ്ഞ ഒരു ഏജൻസി ഇന്ത്യൻ ഇലക്ഷൻ കൗൺസിലുമായിട്ട് ഒരു MOU സൈൻ ചെയ്യുന്നു. ഒരു ധാരണയുമില്ല, ഒരു പൈസയില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു എഗ്രിമെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ്? ഈ ഖുറേഷി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫർണിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യൻ ഗവൺമെന്റ് ഈ ഒരു വിഷയത്തിൽ വളരെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് പോകേണ്ടതുണ്ട്. ഇത് ഭരണകക്ഷി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. ഇതുപോലെ ഒരു അന്യശക്തി, അതായത് ഒരു വിദേശത്ത് നിന്നുള്ള ഒരു സംഘടനകൾ ഇന്ത്യക്കുള്ളിൽ ഇലക്ഷനെ അട്ടിമറിക്കാനും ജനാധിപത്യ പ്രക്രിയയിൽ പല രീതിയിലുള്ള അട്ടിമറികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഇനി ആർക്ക് വേണമെങ്കിലും നടത്താമല്ലോ ഇങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം. ഇത് എത്ര വർഷത്തിന് മുമ്പുള്ള കാര്യമാണെങ്കിലും ചെകഞ്ഞ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഇമാതിരിപ്പെട്ട ആൾക്കാരെ ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള തീവ്രവാദം എന്ന് പറയുന്നത്. ഈ വക തീവ്രവാദികളെയൊക്കെ പിടിച്ച് ആദ്യം പുറത്താക്കണം, പുറം ലോകത്ത് കൊണ്ടുവരണം. ഇവർക്ക് അർഹതപ്പെട്ട ശിക്ഷ നേടിക്കൊടുക്കണം. ആരാണോ ഈ ഒരു NGO-യിൽ നിന്ന് കിട്ടിയ പൈസ മേടിച്ച് തിന്നത്, അവന്മാരെ മൊത്തത്തിൽ കൂട്ടത്തോടെ പൊക്കി വെളിയിൽ കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ തന്നെ ബംഗ്ലാദേശിന് 29 മില്യൺ മുടക്കിയത് ബംഗ്ലാദേശിന്. അത് വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബംഗ്ലാദേശിന്റെ വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവര് ഈ ഇലക്ഷനിൽ അതായത് ഇലക്ഷനിൽ അവിടെ റൂളിംഗ് പാർട്ടിക്ക് ബദലായിട്ട് ഒരു പാർട്ടിയായിട്ട് രൂപപ്പെടേണ്ട, സ്റ്റുഡൻസ് മാതൃകയിൽ ഒരു വേറെ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ്, ഒരു കലാപം എന്നുള്ള രീതിയിൽ തുടങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു യൂണിസിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. ആ രീതിയിൽ അവിടെ ഒരു സംഭവം നടത്തിയതും ഈ ഷേഖ് ഹസീനയുടെ ഭരണമൊക്കെ അട്ടിമറിച്ചതും ഇതിന്റെ പുറകിലാണ്. ഈ ഒരു 29 മില്യൺ ചെലവാക്കിയിട്ടാണെന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ബംഗ്ലാദേശിന്റെ ഉള്ളിലും ഡെമോക്രാറ്റിക് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു ഏജൻസി, ഇതൊരു NGO ആണ്. ഈ NGO ത്രൂ ആണ് അവിടുത്തെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഏജൻസിയുടെ വെബ്സൈറ്റ് വരും. അതിന്റെ ഉള്ളിലും ഇതേപോലെ ഈ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡെമോക്രസി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ വക നാടകങ്ങൾ തന്നെയാണ് അവിടെയും എല്ലാം കാണാൻ കഴിയുക എന്നുള്ളത്. അതായത് ഇവരാണ് ഡെമോക്രസി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ യഥാർത്ഥ ഡെമോക്രസിയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത്. നേപ്പാളിൽ 39 മില്യൺ മുടക്കിയിട്ടുണ്ട്. നേപ്പാളിൽ 39 മില്യൺ മുടക്കിയിട്ടുണ്ട്. അതായത് 2012 മുതലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അവിടുത്തെ ഒരു കിങ്ഡം, രാജഭരണം അട്ടിമറിക്കപ്പെട്ട് വീണ്ടും അവിടെ പല തവണ ഇലക്ഷൻസ് നടത്തി. അവിടെ ലെഫ്റ്റ് ലിബറൽ ആയിട്ട് ആൾക്കാർ, കുറെ ആൾക്കാർ ഇങ്ങനെ ഭരണത്തിൽ വരുന്നു. മാറി മാറി അവിടെ പല തവണയായിട്ടാണ് റൂളിംഗ് ചേഞ്ച് ആയി വന്നുകൊണ്ടിരുന്നത്. അതിലുപരിയായിട്ട് ഈ ഒരു ഹിന്ദുയിസം, അതേപോലെ അവിടുത്തെ റിലീജിയസ് ഓറിയന്റേഷൻ ഒക്കെ മാറ്റിയിട്ട്
അവിടെ ശരിക്കും പറഞ്ഞാൽ എത്തീസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസയാണ് ഇവർ മുടക്കിയതെന്ന് പറയപ്പെടുന്നത്. നേപ്പാളിൽ 39 മില്യൺ മുടക്കിയതിൽ 20 മില്യൺ ആണ് ആ രാജ്യത്തിന് ഡെമോക്രസിക്ക് വേണ്ടിയിട്ട് അവർ ചെലവാക്കിയതും 19 മില്യൺ എൻവയറമെന്റൽ സേഫ്റ്റി കാര്യങ്ങളുമായിട്ടാണ് ബന്ധപ്പെട്ട് അതിനകത്ത് മുടക്കി എന്ന് പറയുന്നത്. ചിലപ്പോൾ അവർ മുടക്കിയിട്ടുണ്ടാവാം. കാരണം ഹിമാലയത്തിന്റെ അടിത്തട്ടിലാണല്ലോ ഈ നേപ്പാൾ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരുപാട് പൈസ അവർ ചിലപ്പോൾ മുടക്കിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇനി നേപ്പാൾ ഗവൺമെന്റ് അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. നേപ്പാൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് 7 സ്റ്റേറ്റുകളും 753 ലോക്കൽ ബോഡീസ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഒരു രീതിയിലുള്ള ചെറിയൊരു സംവിധാനമാണ് അവിടെ നേപ്പാളിലുള്ളത്. അപ്പൊ അവിടെയൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് ഈ ഒരു ഫണ്ട് വെച്ചിട്ട് എന്തും സാധിക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. പിന്നെ ഈ വെളിയിൽ വന്ന ലിസ്റ്റിൽ ഈ എലോൺ മസ്ക് പുറത്തുവിട്ട ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പൈസ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഓട്ടിസം സെന്റർ അങ്ങനത്തെ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ പൈസ മറിഞ്ഞതായിട്ടാണ് മൊത്തത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിനകത്ത് കൂടുതൽ ഇടപെടണം. ഈ ട്രംപുമായിട്ട് ഇപ്പൊ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും പോയി ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം. ഇൻവെസ്റ്റിഗേഷൻ ത്രൂ ഔട്ട് അറ്റ് ദ എൻഡ് വരെ പോയി ഇതിന്റെ ബെനിഫിഷ്യറി ആരായിരുന്നു എന്നുള്ളത് കണ്ടെത്തണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് കണ്ടെത്തുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.